ദീർഘശ്വാസം എടുക്കുക. ഇനി ദേഹത്തിന്റെ ഓരോ ഭാഗവും ശ്രദ്ധിക്കുക. കഴുത്ത്, തോള് എന്നിവ. എവിടെയെങ്കിലും ടെൻഷൻ തോന്നുന്നുണ്ടോ? ശ്വാസം വിടുന്നതിനോടൊപ്പം ആ ടെൻഷനും വിട്ടുകളയുക. അപ്പുമാസ്റ്റർ ഓരോരുത്തരെയും ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ശരിക്കും യോഗ ചെയ്യുന്നുണ്ടോ എന്ന്. യോഗാസനം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൂട്ടത്തിനിടയിൽ ഒളിക്കാൻ നോക്കി, പക്ഷേ 6 പേർ മാത്രമുള്ള യോഗ ക്ലാസ്സിൽ എങ്ങനെ ഒളിക്കും? ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അപ്പുമാസ്റ്റർ അടുത്തു വന്ന് ചോദിച്ചു. സങ്കുചിതയായി ആനി ഒന്നും മിണ്ടിയില്ല. സത്യം പറയൽ ആനിക്ക് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. യോഗ പഠിപ്പിക്കുന്ന അപ്പുമാസ്റ്റർ വളരെ കർശനമായി ഒന്നും പെരുമാറില്ല എങ്കിലും, മറിച്ച് അദ്ദേഹത്തിന് എല്ലാവരും നന്നായി യോഗ ചെയ്യണം എന്നുള്ള ആകാംക്ഷ കാരണമാണ് എല്ലാവരുടെയും മുറികളിൽ വെളുപ്പാൻ കാലത്തേ വന്ന് തട്ടിയുണർത്തുന്നത്. ഈ 10 ദിവസത്തെ യോഗ ക്യാമ്പിൽ വിപാസന മാത്രമല്ല, ലഘുഭക്ഷണം മാത്രം. മനസ്സിനും ശരീരത്തിനും 10 ദിവസത്തേക്ക് ഒരു ശുദ്ധീകരണം. ക്യാമ്പിന്റെ തോട്ടത്തിൽ ചെറുനാരങ്ങ മരത്തിനടിയിൽ ഇരുന്നാണ് വെളുപ്പിനെ പ്രാണായാമയും യോഗയും ചെയ്യുന്നത്. സൂര്യോദയ സമയത്ത് ഇവിടെ മലകളുടെ ആകൃതി തെളിഞ്ഞു വരുന്നത് കാണാം. അതിൽ ഒരു മല കണ്ടാൽ ഗരുഡൻ കൊക്കുയർത്തി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് പോലെ തോന്നും. നാട്ടുകാർ അതിനെ എന്തു വിളിക്കും എന്ന് ആനി ആലോചിക്കാറുണ്ട്. പക്ഷെ സൊറ പറഞ്ഞു നിൽക്കാൻ എവിടെയാണ് സമയം? യോഗയും പ്രാണായാമയും കഴിഞ്ഞാൽ ഗീത അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ് തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു സമയം ഗാർഡനിൽ വളണ്ടറിങ്, പിന്നെ ഉച്ചഭക്ഷണമായി. അതിനുശേഷം ധ്യാനം. ആകെ കിട്ടുന്നത് ഉച്ചയ്ക്ക് 4 മണിക്കാണ് കുറച്ചു സമയം. അപ്പോഴാണ് അശോകിൻ്റെ വാട്സപ്പ് മെസ്സേജുകളൊക്കെ നോക്കാറുള്ളത്. ടിമ്മിക്ക് കുഴപ്പമൊന്നുമില്ല. മൃഗഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ വന്നതോടുകൂടി അവൻ വലിയ ഉത്സാഹത്തിലാണ്. അവർ ഏതുനേരം തോട്ടത്തിലാണ് കുത്തിമറിയുന്നത്. അയ്യോ, അപ്പോൾ എൻ്റെ ചെടികളുടെയൊക്കെ സ്ഥിതി, അവൾ മനസ്സിൽ ആലോചിച്ചു. പേടിക്കേണ്ട, ആനി വരുന്നതിന് മുമ്പേ അവർ പോയി കാണും, അശോക് പറഞ്ഞു. ആനിയെ എന്താണ് വിഷമിപ്പിക്കുന്നത്? അപ്പുമാസ്റ്റർ അവളുടെ അടുത്തെത്തി. അപ്പുമാസ്റ്ററുടെ വെള്ള താടി ഏതാണ്ട് അരവരെ നീളം കാണും. ടാഗോറിന്റെ താടി പോലെ. പെട്ടെന്ന് ആനിക്ക് ദേഷ്യവും സങ്കടവും കാരണം വീർപ്പിട്ട് കഷ്ടപ്പെട്ടാണ് പിടിച്ചു നിന്നത്. തിമ്മി ഉണ്ടായിരുന്നെങ്കിൽ ഓടി വന്ന് അവളുടെ മനസ്സറിഞ്ഞ് മുഖത്തുമക്കി സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തിയേനെ. ഭക്ഷണമൊന്നും കുഴപ്പമില്ലല്ലോ? മാസ്റ്റർ ചോദിച്ചു. അവൾക്ക് ദേഷ്യവും അതിനൊപ്പം തന്നെ കുറ്റബോധവും തോന്നി. ഇവിടെ ക്യാമ്പിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പോരാത്തതിന് തൻ്റെ പണ്ടത്തെ ഗുരുനാഥനായ അപ്പുമാസ്റ്റർ അവളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇന്നലെ ലൈബ്രറിയിൽ കൊണ്ടുപോയി മാസ്റ്ററുടെ പുസ്തകങ്ങൾ പലതും എടുത്തു കാണിച്ചു തന്നു. അപ്പുമാസ്റ്റർക്ക് പല വിഷയങ്ങളെക്കുറിച്ചും അഗാധ ജ്ഞാനമാണ്. ന്യൂറോ സയൻസ് തുടങ്ങി പ്രാചീന ചരിത്രം വരെ. ഇങ്ങനെ ഒരു മനുഷ്യനോട് ആണോ എനിക്ക് ദേഷ്യം തോന്നാൻ? പക്ഷെ തുടർച്ചയായി 4-ാം ദിവസമാണ് കഞ്ഞിയും പുഴുക്കും. കുറച്ച് ഉപ്പിലിട്ടത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് രാത്രി ഞാൻ ആലോചിച്ചു കിടക്കാറുണ്ട്. ഭക്ഷണം ആദ്യ ദിവസം വളരെ സ്വാദായിട്ടാണ് കഴിച്ചത്. പക്ഷേ അതേ സാധനം ഇപ്പോൾ മടുത്തു. പക്ഷെ ആവലാതി പറയാൻ അവൾ ഒരു അധികാരവുമില്ല. അവൾ തന്നെ നിശ്ചയിച്ച് തിരഞ്ഞെടുത്തതല്ലേ ഈ ക്യാമ്പ്? എന്തിനായിരുന്നു? എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനേ. എവിടെയും എത്താത്ത ഒരു PhD. പിന്നെ അശോകിന് ആദ്യത്തെ കല്യാണത്തിൽ നിന്നും കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത. പക്ഷെ അവൾ തന്നെയല്ലേ പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്? ഇംഗ്ലണ്ടിൽ വേനൽക്കാലമാണ്, നീണ്ട ദിവസങ്ങൾ. കടൽക്കരയിലൂടെ നടക്കാൻ പറ്റിയ ദിവസങ്ങളാണത്. അവൾക്ക് PhDക്ക് കുറച്ചുകൂടി പണി ചെയ്യാമായിരുന്നു. പക്ഷെ അശോക് കുട്ടികളുടെ കാര്യം അവതരിപ്പിച്ചപ്പോൾ ഉടൻ തന്നെ അവൾ മുഖത്തടിച്ച പോലെ പറഞ്ഞു, എനിക്ക് കുട്ടികളെയൊന്നും നോക്കാനാവില്ല. അത് നിങ്ങളുടെ പ്രശ്നമാണോ? ഉച്ചസമയം. മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കശുവണ്ടിയും ഉള്ളിയും വറക്കുന്ന മണം. റോഡിന്റെ അപ്പുറത്തു നിന്നാണ് ആ മണം കേട്ടപ്പോൾ പണ്ട് അവരുടെ വെപ്പുകാരി എൽസി ചോറ്റുപാത്രത്തിൽ
ബിരിയാണി പാർസൽ ചെയ്തു തന്നിരുന്നത് ഓർക്കുന്നു. അവളുടെ അച്ഛൻ ഗോവയിലെ ഫ്രഞ്ച് എംബസിയിൽ ആയിരുന്നു കാലം. നാൻസിയുടെ സ്കൂളിലേക്ക് കൈകോർത്തു നടക്കുമ്പോൾ സെന്റ് സേവിയേഴ്സ് ചർച്ചിന്റെ ക്ലോക്കിൽ 8 മണി ആയിട്ടില്ലെങ്കിൽ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പേ കുറച്ചു നേരം കളിക്കാൻ സമയമുണ്ടാകും. അവനവന് ഇഷ്ടം എരിവ് ഭക്ഷണമാണെങ്കിലും അശോകന് എരിവ് വയ്യാത്തതുകൊണ്ട് അത് നല്ലോണം കുറച്ചിട്ടാണ് സാധാരണ പാചകം ചെയ്യാറ്. പക്ഷെ കുട്ടികളുടെ കാര്യം കേട്ട ദിവസം അവൾ അശോകിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പനീർ മസാലയിൽ കുറേയേറെ മുളക് ചേർത്തു. കണ്ണിൽ നിന്നും വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് ടിമ്മിയെപ്പോലെ അശോക് കിതയ്ക്കുമ്പോഴാണ് അവൾ അശോകിനോട് പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്ക് ആയുർവേദ ക്യാമ്പിന് കേരളത്തിലേക്ക് പോകുകയാണെന്ന്. ക്യാമ്പിന്റെ ഗേറ്റ് എത്തിയപ്പോൾ വാച്ച്മാൻ അവളെ തുറച്ചു നോക്കി. സാധാരണ ക്യാമ്പ് നടക്കുന്ന സമയത്ത് അത്യാവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ എന്നാണ് നിയമം. പക്ഷേ അവർ കുട്ടികളൊന്നും അല്ലല്ലോ പിടിച്ചിടാൻ. കൂടിപ്പോയാൽ അപ്പുമാസ്റ്ററുടെ അടുത്തു നിന്നും ചിലരൊക്കെ ക്യാമ്പിന്റെ ഉദ്ദേശം ലംഘിക്കാറുണ്ട് എന്നുള്ള ഒരു കമന്റ് കിട്ടും. റോഡിനപ്പുറത്ത് തെങ്ങിൻ തോപ്പിനടിയിൽ ഒരു ചെറിയ കുടിൽ. പുറത്ത് കൈലി ഉടുത്ത് തോർത്തു മുറിച്ചൊരു വയസ്സായ സ്ത്രീ വിറകടുപ്പിന് മുമ്പിൽ ഇരുന്ന് ഒരു കലത്തിൽ ചട്ടുകം കൊണ്ട് എന്തോ ഒന്ന് ഇളക്കുന്നു. മണം എവിടുന്നാ വന്നിരുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായി. അവരുടെ അടുത്ത് കുറേ പ്ലേറ്റുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും കുട്ടികൾ ഒന്നും രണ്ടുമായിട്ട് മുറ്റത്ത് വന്നു കൂടുന്നു. പിന്നീടാണ് അവരുടെ പേര് ജാനകിയമ്മ എന്നറിയുന്നത്. തോർത്തുകൊണ്ട് കലത്തിന്റെ രണ്ടറ്റവും പിടിച്ച് അത് അടുപ്പത്തു നിന്നും മാറ്റിവെച്ചു. ഒരു പോണിയിൽ വെള്ളം പാർന്ന് അടുപ്പിൽ ഒഴിച്ചു കെടുത്തി. കുട്ടികൾ നിരനിരയായി വന്ന് പ്ലേറ്റുകളിൽ ബിരിയാണി വാങ്ങുന്നു. ക്യാമ്പിൽ 12 മുതൽ 1 വരെയാണ് ഊണും കഞ്ഞിയും തോട്ടത്തിൽ നിന്നുള്ള ഓർഗാനിക് പച്ചക്കറികളും ആണ് ഭക്ഷണം. അശോകുമായി വഴക്കുകൂടിയതിന് ശേഷം അവൾ ലഘുഭക്ഷണം മാത്രമേ കഴിക്കൂ എന്ന് മനസ്സിൽ തീരുമാനിച്ചതാണ്. അശോകിനോടുള്ള പ്രതികാരമോ അതോ സ്വന്തം ശിക്ഷയോ? അശോകിനെ ആദ്യം കണ്ടപ്പോൾ ഭാര്യയായിട്ട് ഡിവോഴ്സ് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ല. കുട്ടികളെക്കുറിച്ച് അവളുടെ അഭിപ്രായം വളരെ വ്യക്തമാക്കിയിരുന്നു. ആദ്യമേ അവൾ പറഞ്ഞിരുന്നു കുട്ടികൾ വേണ്ട എന്ന്. ജീവിതത്തിന്റെ ഒഴുക്കിന് ഒരു തടസ്സമല്ലേ കുട്ടികൾ? കുട്ടികളുടെ കാര്യമല്ലാണ്ട് വേറെ എന്താണ് അശോക് അവളിൽ നിന്നും ഒളിപ്പിച്ചു വെക്കുന്നത്? നേരം വൈകി. അപ്പുമാസ്റ്റർ അന്വേഷിക്കുന്നുണ്ടാവും. ക്യാമ്പിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോൾ ജാനകിയമ്മ അവളെ കൈകൊട്ടി വിളിച്ചു. മോളെ, കുറച്ചു ബിരിയാണി കഴിക്കുന്നോ? ആദ്യമൊന്നും മടിച്ചെങ്കിലും ജാനകിയമ്മയുടെ ചിരിയും സ്വീകരണവും കണ്ടിട്ട് അവൾക്ക് വേണ്ട എന്ന് പറയാൻ തോന്നിയില്ല. കുട്ടികളുടെ ഒപ്പം അവളും ക്യൂ നിന്നു. ഒരു കുട്ടി അവൾക്കൊരു പ്ലേറ്റ് കൊടുത്തു. കഴിച്ചു കഴിയുമ്പോൾ കുട്ടികൾ പ്ലേറ്റും ഗ്ലാസും പൈപ്പിനടിയിൽ കഴുകി വെക്കുകയായിരുന്നു. പിന്നെ കുറച്ചുപേർ പ്ലേറ്റുകളെല്ലാം വെള്ളത്തുണി കൊണ്ട് തുടയ്ക്കുകയും പ്ലേറ്റ് ഉണക്കി അടുക്കി വെക്കുകയും ചെയ്യുന്നു. ആര് പറഞ്ഞു കൊടുക്കാതെ തന്നെ എന്തൊരു ചിട്ട! ആനി ഒരു ചെറിയ സ്പൂൺ മാത്രം കഴിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ജാനകിയമ്മ അതിൽ കൂടുതൽ വിളമ്പി. നല്ല മർദ്ദമുള്ള പട്ടാണിയും ക്യാരറ്റും ഗ്രാമ്പും എല്ലാം ഇട്ട് കണ്ണിനും നാവിനും തൃപ്തി. എന്തെങ്കിലും തരണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ജാനകിയമ്മ ചിരിച്ചു. മോളും നല്ലോണം കഴിച്ചില്ലേ? അതുതന്നെ മതി. മാങ്ങ പെറുക്കട്ടെ എന്ന് ഒരു കുട്ടി ഓടി വന്ന് ചോദിച്ചു. എത്ര വേണമെങ്കിലും പെറുക്കിക്കോളൂ മക്കളെ. അടുത്ത ആഴ്ച ഞാൻ ഉപ്പിലിട്ട് വെക്കാമെന്ന് ജാനകിയമ്മ പറഞ്ഞു. ആനി ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും 2 മണി കഴിഞ്ഞിരുന്നു. ധ്യാനം തുടങ്ങിയിരുന്നു. സാധാരണ ഇരിക്കുന്ന മൂലയ്ക്ക് ഇരുന്നു. ആരും ശ്രദ്ധിച്ചില്ല. ചൗരസിയുടെ കോടകുഴൽ ചെറുതായി കേൾക്കുന്നു. ഇപ്പോൾ ഇവിടെ മനസ്സിരുത്തും, അപ്പുമാസ്റ്റർ മൃദുസ്വരത്തിൽ പറഞ്ഞു. യോഗ അവൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാം. മറിച്ച് ധ്യാനമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പിരുന്നാൽ ഉടനെ വേണ്ടാത്ത വിചാരങ്ങൾ പലതും വരും. അശോകനോടുള്ള ദേഷ്യവും കുട്ടികളെ അശോകിന്റെ അടുത്ത് ആക്കിപ്പോയ കരിയർ മാത്രം ശ്രദ്ധയുള്ള അശോകിന്റെ ആദ്യ ഭാര്യയോടും അവളുടെ ഡിപ്പാർട്ട്മെന്റിലെ ട്യൂട്ടറോടുമുള്ളതും ഒക്കെ ദേഷ്യം.
അവൾ എടുത്ത വിഷയം വളരെ സാധാരണമാണത്രേ. അതിൽ PhD ചെയ്യാനുള്ള ആഴമില്ല. പിന്നെ ക്യാമ്പിലെ സ്റ്റാഫിനോടുള്ള ദേഷ്യം. അവർ 5 മണിക്കാണ് കാപ്പി തരിക. അവർ 5 മണിക്ക് ശേഷം കാപ്പി തരില്ല. പക്ഷേ ഇന്ന് മനസ്സിൽ എന്തോ ഒരു ശാന്തത. ആനിയുടെ ആ മാനസികാവസ്ഥയിൽ മധുവന്തിരാഗം കേൾക്കാൻ നല്ല സുഖം. പണ്ട് സെന്റ് സേവിയേഴ്സിലായിരുന്നപ്പോൾ വളരെ ചിട്ട പാലിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു അപ്പു മാസ്റ്റർ. എല്ലാവർക്കും അല്പം പേടിയായിരുന്നു. അവൾ എഴുതുന്ന എസ്സേസിനെ പറ്റി അദ്ദേഹത്തിൻ്റെ വിമർശനം അവൾക്ക് പേടിയായിരുന്നു. അതേസമയം മെക്ബത്തിൽ നിന്നും മെഗ്ദൂദിൽ നിന്നും ഉള്ള വരികൾ പെട്ടെന്ന് ക്ലാസ്സിൽ എടുത്തു പറയുമ്പോൾ അവൾക്ക് അത്ഭുതവും തോന്നിയിരുന്നു. കാലക്രമേണ അപ്പു മാസ്റ്റർ കുറച്ചുകൂടി മൃദുലനായിട്ടുണ്ട്. എങ്കിലും ഇന്ന് വൈകുന്നേരം അവൾക്ക് ശകാരം ഉറപ്പാണ്. പക്ഷേ വൈകുന്നേരം ശകാരമൊന്നും ഉണ്ടായില്ല. പിന്നീട് ദിവസവും വൈകുന്നേരമായാൽ ക്യാമ്പിൽ നിന്ന് ആനി പുറത്തിറങ്ങി തുടങ്ങി. ചില ആൾക്കാർ ആ സമയത്ത് സാധനങ്ങൾ വാങ്ങാൻ ടൗണിൽ പോകും. സോപ്പ്, പേസ്റ്റ് എന്നിവ. അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ തൊഴുകാൻ. അത്യാവശ്യമുണ്ടായിട്ടൊന്നുമല്ല ട്ടോ. ക്യാമ്പിൽ എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ യോഗ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ചെറിയൊരു മാറ്റം. ആ സമയം കുറച്ചുനേരം പുറത്തിറങ്ങാൻ അനുവദിച്ചിരുന്നു. രജിസ്റ്ററിൽ പേര് എഴുതണം. പക്ഷെ അവൾ വേഗം പുറത്തിറങ്ങിയാൽ അവൾക്ക് ജാനകിയമ്മ ബിരിയാണി പാർസൽ ഇലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കും. ജാനകിയമ്മ അതിന് പൈസ മേടിച്ചിരുന്നില്ല. 12-നും 2-നും ഇടയിൽ ജാനകിയമ്മ ബിരിയാണി ഉണ്ടാക്കി ആര് വന്നാലും കൊടുക്കും. LP സ്കൂളിൽ നിന്നുള്ള അനാഥ കുട്ടികൾ, പ്ലാന്റേഷൻ പണിക്കാർ, വെളുപ്പിന് ടാപ്പിംഗ് കഴിഞ്ഞ് ഉച്ചയ്ക്കാണ് അവർ മലയിൽ നിന്നും ഇറങ്ങുക. അവർ ചിലപ്പോൾ വരും. ചിലപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്നുള്ള ക്ലർക്കുമാരും വരും. നാട്ടുകാർ അവർക്ക് ധാരാളം അരിയും പച്ചക്കറികളും നെയ്യും മറ്റും സംവിധാനങ്ങൾ സ്ഥിരം കൊണ്ടു കൊടുക്കും. മഴക്കാലമായാൽ ജാനകി അമ്മയുടെ കൂരയൊക്കെ ശരിയാക്കി കൊടുക്കും. ഒരു തടിയൻ ഗവൺമെൻറ് ഡോക്ടർ കിതച്ചുകൊണ്ട് എല്ലാ ആഴ്ചയും വന്ന് ജാനകി അമ്മയുടെ ഹൃദയം പരിശോധിക്കും. എൻ്റെ ഹൃദയത്തിന് ഒരു കുഴപ്പമില്ല, ജാനകിയമ്മ ചിരിച്ചോട്ട് പറയും. നിങ്ങളുടെ ഹൃദയമാണ് ഇപ്പം പരിശോധിക്കേണ്ടത്. ഡോക്ടർക്ക് ഒരു പാർസൽ ബിരിയാണി കൊടുത്തിട്ടേ ജാനകിയമ്മ വിടൂ. ക്യാമ്പിൻ്റെ അവസാനത്തെ ദിവസമായി. അവർ അപ്പു മാസ്റ്ററുടെ സ്റ്റഡിയിലായിരുന്നു. പഴയ സെന്റ് സേവിയർ കാലം ഓർക്കുകയായിരുന്നു. അതിൻ്റെ പുറകിൽ ചുമരിൽ വലിയൊരു ബുദ്ധൻ്റെ പടം. 2 ഭാഗത്തും നിരനിരയായി പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. ജനലിൽ കൂടെ ഒരു ടാക്സി മുമ്പിൽ വന്നു നിൽക്കുന്നത് കണ്ട് ആൾക്കാർ പലരും അവരുടെ സമനങ്ങൾ ബൂട്ടിൽ കയറ്റുന്നു. നാൻസിയുടെ വിവരമൊന്നുമില്ലേ? അപ്പു മാസ്റ്റർ ചോദിച്ചു. എന്തു പറ്റാൻ? അവൾ നിരാശയോടെ പറഞ്ഞു. കല്യാണം കഴിച്ചു, 3 കുട്ടികളായി. ഫേസ്ബുക്കിൽ ദിവസവും ഉണ്ടാവും അവരുടെ പടം. പണ്ട് നാൻസിയും ആനിയും അവരുടെ ജോലി ആദ്യം സ്നേഹിച്ചിട്ട് മാത്രമേ കല്യാണ കുടുംബവും ഒക്കെ ആലോചിക്കുന്നുള്ളൂ എന്ന് കരാർ ചെയ്തിരുന്നു. പക്ഷെ പല യുവതികളും അവരുടെ കഴിവിനനുസരിച്ചുള്ള നിലയിൽ എത്തുന്നില്ല. പക്ഷെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 3-ാമത്തെ കൊല്ലം നാൻസിയുടെ അച്ഛൻ മരിച്ചുപോയി. മെഡിസിന് തുടർന്ന് പഠിക്കാൻ ആവാതെ അവളേക്കാൾ 8 വയസ്സ് പ്രായമുള്ള ഒരു ഗൾഫ് ബിസിനസ്സുകാരനെ കല്യാണം കഴിച്ചു. നേരം വൈകി തുടങ്ങി. ഈ ഭാഗങ്ങളിൽ നേരത്തെ ഇരുട്ടാവും. ഒരു കൂട്ടം ഈയാമ്പാറ്റകൾ മുറിക്കകത്ത് കയറിക്കൂടി. മാസ്റ്റർ ലൈറ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് പുറത്തേക്കുള്ള ലൈറ്റിട്ടു. അവറ്റകൾ പുറത്തെ ലൈറ്റ് നോക്കി പാഞ്ഞു. ആ പോരാട്ടത്തിൽ ഓരോന്നായി ചത്തുവീണു. എന്തൊരു ചുരുക്കമായ ജീവിതം അല്ലേ? ആനി പറഞ്ഞു. നിഴൽ കാരണം അപ്പു മാസ്റ്ററുടെ മുഖം ശരിക്കും കാണാൻ പറ്റിയില്ല. അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത് എന്ന് പറയാനും കഴിയുന്നില്ല. എല്ലാം നമ്മുടെ കാഴ്ചപ്പാടിലല്ലേ ഇരിക്കുന്നത്? അല്പസമയത്തിന് ശേഷം അദ്ദേഹം ചോദിച്ചു. മലകളുടെ രേഖകൾ ആകാശത്ത് പതിഞ്ഞു. ആ മലകളുടെ കാഴ്ചപ്പാടിൽ നമ്മളുടെ ജീവിതം വളരെ ചുരുക്കമല്ലേ? അവൾക്ക് കിടക്കാൻ സമയമായി. നാളെ വെളുപ്പിന് ടാക്സി വരും. മാസ്റ്റർ അവളുടെ തോളത്ത് തട്ടി. അദ്ദേഹം സാധാരണ സ്നേഹമൊന്നും പ്രകടിപ്പിക്കാത്ത ഒരു പ്രകൃതമാണ്. പക്ഷെ ആ ചെറിയ പ്രകടനം അവളുടെ മനസ്സിൽ തട്ടി. മാസ്റ്ററുടെ മുഖത്തൊരു കള്ളലക്ഷണം കണ്ടു. അപ്പോൾ ജാനകിയമ്മയുടെ ബിരിയാണി കണ്ടുപിടിച്ചു അല്ലേ? ആനി അബദ്ധായി.
എൻ്റെ ചാരന്മാർ സർവത്ര ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജാനകിയമ്മ എൻ്റെ ബിസിനസ്സൊക്കെ തട്ടിക്കൊണ്ടുപോകും. ലണ്ടനിൽ തിരിച്ചെത്തിയപ്പോൾ വീടിൻ്റെ മുമ്പിൽ അശോക് ഒരു പൂച്ചെണ്ടുമായി നിൽക്കുന്നു. മുഖത്ത് പരിഭ്രമം. ഇവിടെ വേനൽക്കാലത്ത് നീണ്ട ദിവസങ്ങളാണല്ലോ. 10 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നിട്ടും ഇപ്പോഴും ഗാർഡനിൽ വെളിച്ചമുണ്ട്. വാതിലിൻ്റെ പുറകിൽ നിന്നും കളിയും ചിരിയും കേൾക്കാം. 2 ദിവസം കൂടി, അശോക് പറഞ്ഞു. ഡാനിയൽക്ക് കാലിഫോർണിയയിൽ കുറച്ചു പണിയുണ്ടായിരുന്നു. അശോകിൻ്റെ പുറകിൽ നിന്ന് 2 ചെറിയ മുഖങ്ങൾ എത്തിനോക്കി. ഇന്ദിരയും ഡൊറോത്തിയും. 2 പേർക്കും അശോകിൻ്റെ ഉരുണ്ട കണ്ണുകൾ. ആനി അവരെ കുറച്ചു നേരം നോക്കി. അവൾക്കപ്പോൾ ഓർമ്മ വന്നത് അവളുടെയും നാൻസിയുടെയും കുട്ടിക്കാലമാണ്. അവൾ അവരുടെ നേരെ കൈ ചിരിച്ചുകൊണ്ട് നീട്ടി. ഹലോ ആൻറ്റി. ഹലോ, ഞാൻ ആനി. ഇന്ദിര ഒന്ന് പറയൂ. ആനിയുടെ ഗാർഡനിൽ നിന്നും കുറച്ച് ആപ്പിൾ പൊറുക്കട്ടെ. ഡൊറോത്തി അത് മുഴുമിപ്പിച്ചു. തീർച്ചയായും, ആനി പറഞ്ഞു. എത്ര വേണമെങ്കിലും എടുത്തോളും.